ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഡയറക്ടറാണ് രതീഷ് ചേട്ടൻ. അപ്പോൾ എന്തെങ്കിലും പുള്ളിയായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓഫർ വരുന്നത്. അപ്പോൾ ചാക്കോച്ചൻ വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയി കഥ കേൾക്കുന്നതും. അപ്പോൾ നമുക്ക് പ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ അതിലൊന്നും സ്ക്രിപ്റ്റ് വായിച്ചത് കൺവിൻസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഓഫർ വന്നപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ചെയ്യാം. പിന്നീട് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതിലൊരു ലെയറും രതീഷ് ചേട്ടൻ്റെ ഒരു മീറ്റർ, ഒരു ക്യാരക്ടർ ആർക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഫാമിലിയിലോട്ട് വന്ന് കയറിയിട്ടുള്ള ഒരു മൊമെന്റ്സും ആ പാട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഓൾറെഡി 3 പേരും ഷർട്ടില്ലാതെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഭയങ്കര അറ്റാച്ച്മെന്റ്, ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ഒരു പുതുമ വരുന്നുണ്ട്, ഒരു വെൽക്കമിങ് ഫീലൊക്കെ വരുന്നുണ്ട് പടത്തിൽ. അപ്പോൾ അത് ഗ്രാജുവലി പിന്നെ എന്താ സംഭവിക്കണം എന്നുള്ള പടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ദിലീഷേട്ടൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ചാക്കോച്ചിൻ്റെ ഒപ്പം ചാവേറിന് ശേഷം വർക്ക് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. ഞാൻ പറഞ്ഞില്ലേ ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാൻ. അപ്പോൾ ദിലീഷേട്ടൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ആഫ്രിക്കൻ്റെ അടുത്ത് വന്നൊരു കാര്യമുണ്ട്. പൂജയുടെ സമയത്ത് എടാ ഇതൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജൂണ് ഡയറക്ടർ കാണിച്ചിട്ട് അങ്ങനെ അഭിനയിച്ചാൽ മതി. കാരണം ഇതിന് മുന്നേ ഒരു മറ്റേ കനലിൻ്റെ അഭിനയ കലത്തിലൊക്കെ അഭിനയിച്ചാരുടെ കൂടെ ആ എക്സ്പീരിയൻസിൽ പറഞ്ഞാണ്. അപ്പം അങ്ങനെയാണ് രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇത്. അല്ല, ചിദംബരം ആണെങ്കിലും ഞാൻ ജാനമല്ല് ചിദംബരം ഡയറക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരുമിച്ച് ആർട്ടിസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. വയനാടൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ പോലെ തന്നെ നമ്മൾ ഒരുമിച്ച് കുറച്ച് ഡേയ്സ് ഒരുമിച്ചുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റി. ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പിൽ ഒക്കെ ചെയ്യാൻ പറ്റി. ഒരു ക്യാരക്ടറും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും പടം കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു. അതുപോലെ ചാക്കോച്ചന്റെ ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഈ പടത്തിന് ഡാൻസ് ഇറങ്ങിയതിന് ശേഷം ചാക്കോച്ചൻ ഓരോ മനുഷ്യനോട് ഉള്ള ഡാൻസ് ആയാലും ശരി, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യും. ആ ഒരു നമുക്കൊരു ആക്ടറിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഒരു ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വർക്കൗട്ട് ആവും ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ചാക്കോച്ചൻ ഓരോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഒരുപാട് എവർഗ്രീൻ ക്യാരക്ടേഴ്സ് തന്നൊരു ആളാണ് താങ്കൾ, ഒരു എവർഗ്രീൻ ആക്ടർ എന്ന് തന്നെ പറയാം. അപ്പം ഇതേ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരിക്കും? ഇത് കോൺഫിഡൻസ് എന്നതിന് അപ്പുറം ഇതൊരു വിശ്വാസമാണ്. കാരണം നല്ല സിനിമകളെ മലയാള പ്രേക്ഷകർ ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസമാണ് അതിന് ആസ്പദം. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങൾ ദുരൂഹ സാഹചര്യവുമായിട്ട് കോർത്തിണക്കി ഞാൻ പറയുമ്പോൾ പോലും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മലയാളികൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. അപ്പോൾ അത് വളരെ രസകരമായിട്ട്, ഇച്ചിരി ക്വിക്കായിട്ട്, ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതും അത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആയതും അതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം ലിസ്റ്റ് തന്നെ പറഞ്ഞു, ഈ ഒരു സമയം എന്ന് പറയുന്നത് പല വലിയ സിനിമകൾ, മറ്റു പല സിനിമകളും റിലീസ് ചെയ്യാൻ ഭയപ്പെടുന്ന സമയത്ത് പോലും വലിയ സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല സിനിമകളായതുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകളായതുകൊണ്ടുമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവധിക്കാലം എന്ന് പറയുന്നത് നല്ല സിനിമകളുമായിട്ട് വരുന്ന ആരെയും നിരാശപ്പെടുത്തില്ല മലയാള സിനിമ പ്രേക്ഷകർ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെയും കോൺഫിഡൻസിൻ്റെയും പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യം എന്നുള്ള സിനിമയുമായിട്ട് ഈ ടീം വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട 2-3 പേരുകൾ, ഒന്ന് ചിദംബരത്തിൻ്റെ കാര്യമാണ് അങ്ങനെ എടുത്തു പറഞ്ഞത്. കാരണം ചിദംബരം എന്ന സംവിധായകൻ, മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ആദ്യമായിട്ട് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം അതായത് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ, ഒരു അപ്പിയറൻസിലും ഒരു ഭാവത്തിലും നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് സിനിമയിലുണ്ടാവും. അതേപോലെ തന്നെ സുധീഷ്, എൻ്റെ ആദ്യ സിനിമ മുതൽ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു അഭിനേതാവാണ്, ഒരു സുഹൃത്താണ്. ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തമായ പല സിനിമകളും പല ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴ 2 തന്നെ ഒരു മനോഹരമായ വേഷം ചെയ്തിട്ടുണ്ട്. സുധീഷിനെയും ഈ സിനിമയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൻ്റെ ഗാനങ്ങളാണെങ്കിലും ഡോൺ വിൻസൻ്റാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വരികൾ ഇപ്പം ഞാൻ ആലിക്കലി എന്ന ഗാനം രചിച്ചിരിക്കുന്നത് രതീഷ് തന്നെയാണ്. ഒരു കെമിസ്ട്രി ടീച്ചർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ പാട്ട് തുടങ്ങുന്നത് തന്നെ. ശരിക്കും ഒരു കെമിസ്ട്രി അധ്യാപകൻ എൻ്റെ റൈറ്റ് സൈഡിലും ഒരു കെമിസ്ട്രി അധ്യാപികയാണ് എൻ്റെ ഇടതുവശത്ത് ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള കോമ്പോസും കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ പുള്ളിയുടെ ചില റെഫറൻസുകളൊക്കെ ഭയങ്കര രസമാണ്. ഇതിൽ മിനി എന്നാണ് ശരണ്യെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. എൻ്റെ പേര് സേതു എന്നാണ്. ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡറുണ്ട്. ശരിക്കും ഈ സേതു എന്ന് പറയുന്ന സ്തുതിയും അല്ലെങ്കിൽ മിനി സ്പ്ലെൻഡർ എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു 2ാം കാഴ്ചയിലേക്ക് 3ാം കാഴ്ചയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.
ഇത് പറയാൻ കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അതാണ് ഇതിന്റെ രസകരമായ കാര്യം. അപ്പൊ ഇങ്ങനത്തെ ചില നമുക്ക് പെട്ടെന്ന് ആദ്യ കാഴ്ചയിൽ പെട്ടെന്ന് കിട്ടാത്ത ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ രസകരം മാത്രമല്ല വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ പോലും നമുക്ക് പിന്നീട് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കും ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത തരത്തിൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അഭിനേതാക്കളെ അവതരിപ്പിക്കാൻ സാധിക്കുകയും നമ്മളെ സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വേറൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ ആംഗിളിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യവുമായിട്ട് വരുന്നത്. അപ്പോൾ അത് നല്ല സിനിമയുടെ ഗണത്തിൽ പെടും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് മാജിക് ഫ്രെയിംസും ഉദയ പിക്ചേഴ്സും അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതും തിയേറ്ററിലേക്ക് വിഷു കൈനീട്ടമായിട്ട് കൊണ്ടുവരുന്നു. കൺഫേം ചെയ്തിരിക്കുന്നു. അത് വലിയ പെരുന്നാൾ, ഇതൊരു കുഞ്ഞു പെരുന്നാൾ, അത്രേ ഉള്ളൂ. എന്റെ പെരുന്നാൾ ഗംഭീരമാവട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. കാരണം ഞാൻ വിചാരിക്കാണ്ട് വളരെ പെട്ടെന്ന്, നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ ഐ ഹാഡ് ടു ഡബിൾ ദ ലെവലപ്പിംഗ് തിങ്. അപ്പോൾ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ബൊഗിൻവില്ല മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം ഞാൻ ആ ബൊഗിൻവില്ല ലുക്കൊക്കെ പ്രതീക്ഷിച്ച് ഒക്കെയാണ് വിചാരിക്കുന്നത്. ഉള്ളിൽ ഫുൾ റൊമാൻറ്റിസൈസിങ് ആണ്. നേരിട്ട് വന്നപ്പോഴത്തേക്കും മറ്റേ കിറിയൊക്കെ കൂടി വേറെ ഏതൊരു ലുക്കിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണും ഇതെന്ത് എനിക്ക് കിട്ടുമ്പോൾ മാത്രം ഇങ്ങനത്തെ രൂപം എന്നുള്ള രീതിയിലാണ്. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഹീസ് വെരി കാം ആൻഡ് വെരി കമ്പോസ്. ആൻഡ് ഞാനാണ് ഡയലോഗൊന്നും തെറ്റിക്കരുത്, എൻ്റെ പെർഫോമൻസ് ഷുഡ് നോട്ട് എഫക്ട് തിങ്സ് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷേ ഹിസ് പ്രസൻസ് ഭയങ്കര നന്നായിട്ട് എന്നെയും കൂടി കാമാക്കി കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് തരാൻ പറ്റി. അതുകൊണ്ട് അതുമാത്രമല്ല, രതീഷാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത് ഞാനിപ്പോൾ രതീഷാൻ്റെ കൂടെ ഇത് എൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യത്തെ മൂവി വർക്ക് ചെയ്യുമ്പം രതീഷാട്ടൻ പല ഡിഫറെൻറ്റ് പ്രോസസ്സിലാണ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്തത്. നമുക്ക് പോലും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് മൂവിയിൽ രതീഷാട്ടൻ എനിക്ക് കഥയൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. സ്പോട്ടിലാണ് സീൻ ഡയലോഗ്സ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വേറൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയിൽ എനിക്ക് സ്ക്രിപ്റ്റൊക്കെ ആദ്യമേ തന്നിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് എല്ലാം ഫുൾ പേഴ്സണലൈസ് ചെയ്തോളൂ, പിന്നെ എന്നിട്ട് ഒന്നും വേണ്ട, വേറെ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, സാധാരണ രീതിയിൽ വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ കൂടി ടെൻഷനായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ആ രതീഷാൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ കുറേ ലേണിങ്സ് ഔട്ട്കംസ് നമുക്ക് ഈ ഇതിനകത്ത് എവിഡൻ്റ് ആവുന്നത് സെക്കൻഡ് പ്രൊജക്റ്റിൽ. പിന്നെ അത് മാത്രമല്ല ബാക്കിയെല്ലാം കുറേ സജിൻ ഗോപു ആയിക്കോട്ടെ, ദിലീഷേട്ടൻ ആയിക്കോട്ടെ, ചിതു ആയിക്കോട്ടെ, ഒരുപാട് രാജേഷ് മാധവൻ്റെ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതെല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ആൻഡ് ഐ എം ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ദിസ് ബിഗ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.